നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായിട്ടുള്ള ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ്. അഫർമേഷൻ പ്രാക്ടീസ്. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലുള്ള നിഷേധാത്മകമായ ചിന്തകളെ വെല്ലുവിളിക്കാനും മറികടക്കാനും സഹായിക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകളെയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കുകയും അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് ഉണ്ടാവുകയില്ല, മറിച്ച് നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിൽ ഒരു നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ മാനസികമായിട്ട് തളർത്തുകയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പറയുക. വാക്കുകൾക്ക് ആയുധങ്ങളുടെ മൂർച്ചയാണുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് ഗുണകരമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഫർമേഷൻസ് നിങ്ങൾ പറയുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നു, നിങ്ങളിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കും. ചിലരിൽ അപകർഷതാബോധം ഉണ്ടാകാം, എന്നെ കൊണ്ട് ഇത് ധൈര്യക്കുറവുണ്ടാവും, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ അല്ലെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ഒരു ധൈര്യക്കുറവ്, ആത്മവിശ്വാസം ഇല്ലായ്മ, ഇതൊക്കെ നമുക്ക് ഈ അഫർമേഷൻസ് പറയുന്നതിലൂടെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സഹായിക്കും. കാരണം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി കുറെ പ്രാവശ്യം നമ്മളത് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ പറയുന്നു, അതാണ് നമ്മുടെ ഉപബോധ മനസ്സും കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അതാണ് പ്രാവർത്തികമാകുന്നതും. അത് കുറേ പ്രാവശ്യം എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതിലൂടെ നമുക്ക് നമ്മളിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കും. എല്ലാ ആൾക്കാരിലും കഴിവുകളും കുറവുകളുമുണ്ട്. പക്ഷെ പലരും അവരവരുടെ കഴിവുകളെ തിരിച്ചറിയുന്നതിന് പകരം എല്ലാവരും അവരുടെ കുറവുകളിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആർക്കാണ് കുറവുകളില്ലാത്ത? എല്ലാവരിലും കുറവുകളുണ്ട്. അപ്പോൾ ആ കുറവുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക, അത് വിട്ടേക്കുക. കഴിവുകളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ പലരിലും ഭയം കാണാറുണ്ട്. ഭയത്തെ അതിജീവിക്കാൻ നമുക്ക് അഫർമേഷൻസ് പറയുന്നതിലൂടെ സാധിക്കും. ഭയത്തെ മറികടക്കുക. അതിലൂടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ നമുക്ക് ഒരിക്കലും ആ ഭയത്തെ മറികടക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ആൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം എന്ന് അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷെ ആ ആൾക്ക് പേടിയാണ്, അത് ചെയ്യാൻ ആ ആൾക്ക് പേടിയാണ്. അയ്യോ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിരുന്നാൽ ആ ആൾക്കൊരിക്കലും അത് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതിന് പകരം ആ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്കിത് ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് ഒരു 10 പ്രാവശ്യം എന്നും പറയുന്നതിലൂടെ ആ ആളിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഭയത്തെ ഇല്ലാതാക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് 2 3 പ്രാവശ്യം പോയി വണ്ടി ഓടിച്ചു നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഭയം ഇല്ലാതാകുകയും ചെയ്യും. നമ്മളിലുള്ള ആത്മവിശ്വാസം കുറച്ചും കൂടി വളർത്തിയെടുക്കാനും സാധിക്കും. അതേസമയം പേടിച്ച് വീട്ടിലിരുന്നാൽ നമ്മൾ എന്നും പേടിച്ച് വീട്ടിലിരിക്കുകയേ ഉള്ളൂ. നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാത്തിനെയും കാണാൻ സാധിക്കും. മറ്റുള്ളവരോടും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പം മറ്റുള്ളവരോടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. നമുക്ക് അവരോട് നല്ല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരുന്നാൽ നമുക്കും ഗുണമാണ്, അത് നമ്മുടെ സമൂഹത്തിനും ഗുണമാണ്. കാരണം നമ്മളപ്പോൾ ചിന്തിക്കുന്നതും പറയുന്നതുമായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത്, അല്ലേ?
നമ്മൾ പറയുന്നതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സഹായിക്കും. നമ്മുടെ ചിന്താഗതികളെല്ലാം മാറി നല്ല ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്താ പറയുക, നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മളുടെ കൈപ്പിടിയിലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ ഒന്നിലും പതറാതെ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അഫർമേഷൻസ് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ദിവസവും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ഏത് സമയമാണോ, രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കാനായിട്ട് നമ്മൾ താരാട്ടുപാട്ട് പാടുമ്പോൾ അവർ ഉറങ്ങും എന്ന് പറയുന്നത് പോലെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് വേണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതിനെ ഉൾക്കൊള്ളുക, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, അതിനുശേഷം സമാധാനമായിട്ട് കിടന്നുറങ്ങുക. അതുപോലെ നന്ദി പറയുക എന്നുള്ള ഒരു കാര്യം, നമ്മൾ ഈ അഫർമേഷൻസ് പറയുക എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത് അല്ലേ. നമുക്ക് ഓരോ കാര്യങ്ങളും ലഭിച്ചതിന് നന്ദി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് നമുക്ക് ഈ ആരൊരു ഉപകാരം ചെയ്തു തന്നാലും അവരോട് നന്ദി പറയാൻ നമ്മൾ മറന്നു പോകാതിരിക്കുക. അവിടെ വലിപ്പ ചെറുപ്പം ഒന്നും നോക്കരുത്. നമുക്ക് ആരോടാണ് ചെറുതോ വലുതോ എന്ന് നോക്കാതെ എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. ഒരു നന്ദി വാക്ക് പറയുന്നത് കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ദോഷം ഉണ്ടാകുകയില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സംസ്കാരങ്ങളിലും അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക. ആ നന്ദി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഓർക്കുക, എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ എന്താ പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാൻ മറന്നു പോകരുത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സന്തോഷത്തിന് ഉള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ചെറുതോ വലുതോ എന്ന് നോക്കാതെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് സ്ഥിരമായിട്ട് അതൊരു ശീലമാക്കി മാറ്റുക, നിങ്ങളുടെ ലൈഫിൽ ഒരു ശീലമാക്കുക. അതുപോലെ ക്ഷമിക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടാവണം. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് പോയി നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ പിണക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചിലപ്പോൾ പോയി പറയാൻ മടിയുണ്ടാവും. പക്ഷേ അങ്ങനെ പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുക. നിങ്ങൾ അവരോട് പോയി പറയണം എന്നല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾക്കാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാണ് സ്ട്രെസ്ഡ് ആവുന്നത്, അല്ലാതെ അവർക്കല്ല അതുകൊണ്ട് ദോഷം. അവർ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യനിലയാണ് അത് ബാധിക്കുന്നത്. അത് നല്ല പോൽക്ക് നിങ്ങൾ ഓർക്കുക, അത് മനസ്സിൽ വെക്കുക. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ സ്വയം ക്ഷമിക്കുക. അതായത് നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായി, അത് കഴിഞ്ഞു പോയി. അപ്പം നിങ്ങൾ അതിൽ നിന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എനിക്കിത് ഈ ഒരു മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്, ഇനി എനിക്കിത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രം ഓർക്കുക. അല്ലാതെ നിങ്ങൾ ആ തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയതിനെ ആലോചിച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല, അതിനെ നിങ്ങൾക്ക് മാറ്റാനും പറ്റത്തില്ല. അപ്പൊ എന്ത് വേണം, അതിനെ വിട്ടുകളയുക, അതിനെ ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോൾ ഒന്നും കഴിയില്ല, ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അത് വിട്ടുകളയുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ്, നിങ്ങൾ ഇപ്പം ആസ്വദിക്കുന്ന ലൈഫ് സന്തോഷത്തോടു കൂടി അനുഭവിച്ചുകൊണ്ട് പോവുക. അതുപോലെ ആ കഴിഞ്ഞു പോയ കാര്യത്തിൽ എന്താണ് നിങ്ങൾ പഠിച്ച പാഠം, അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആത്മീയത, എപ്പോഴും നമ്മൾ ഭക്തിയോടെയും നല്ല പോലെ മറ്റുള്ളവരോട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മൾ വാക്കുകൾ പറഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരോടും വളരെ ശ്രദ്ധിച്ച് ഉത്തരം കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം ഉത്തരം കൊടുക്കുക, ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. മറുപടി കൊടുക്കാണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ മറുപടി കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.
ഇനി അഫർമേഷൻസ് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയാം. മുമ്പേ ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെയോ രാത്രിയിലോ പ്രാക്ടീസ് ചെയ്യാൻ. ഡെയിലി 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 5 തവണയോ, 5 കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുക. മിനിമം നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കണം. അത് പറഞ്ഞതിന് ശേഷം നന്ദി 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 എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് നിങ്ങളത് അനുഭവിച്ച് തന്നെ പറയുക. നിങ്ങൾക്കത് ലഭിച്ചതായിട്ട് തന്നെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു വീടാണ് ആവശ്യം. അപ്പോൾ എന്ത് വേണം? ആ ആള് വീട് പണിഞ്ഞ് ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടും സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ജീവിക്കുന്നതായിട്ടും കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടും ഇടപെടുന്നതായിട്ടും ഒക്കെ ആയിരിക്കണം വിഷ്വലൈസ് ചെയ്യേണ്ടുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ ആ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് തന്നെ, അതിൽ സംശയങ്ങൾ പാടില്ല. സംശയമൊന്നുമില്ലാതെ തന്നെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. അത് വിശ്വസിച്ച് തന്നെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. വിശ്വാസം മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വേണം. ഈ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക, ആ ഒരു കാര്യം നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന കാര്യവും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വെക്കുക. ഈ ഇന്ന കാര്യം ലഭിച്ചതിന് നന്ദി. അത് ചെറുതായാലും വലുതായാലും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ ദിനേശ് സാർ എഴുതിയ പുസ്തകമാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഇതിനകത്തിൽ 108 അഫർമേഷൻസ് വെച്ചിട്ട് ഓരോ കാര്യത്തിനും എഴുതിയിട്ടുണ്ട്. ക്ഷമയ്ക്ക്, നിങ്ങളുടെ ബിസിനസ് വിജയത്തിന്, പഠിത്ത കാര്യത്തിന് വേണ്ടിയിട്ട്, ആത്മീയത, അതുപോലെ ആരോഗ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾ എങ്ങനെ പറയണം, പ്രാക്ടീസ് ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് അഡ്മിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. നിങ്ങൾക്കിത് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുതരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 7 അഫർമേഷൻസ് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവന്ന് തരും. അത് എല്ലാ മേഖലയിലും വെച്ചിട്ട് ഞാൻ ഓരോന്ന് ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. അത് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. 1. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ്. 2. ഞാൻ എൻ്റെ പഴയ വേദനകൾ വിട്ടുകൊടുക്കുന്നു. എൻ്റെ ഹൃദയം സ്വതന്ത്രവും സമാധാനപൂർണവുമാണ്. ഞാൻ എൻ്റെ പഴയ വേദനകൾ വിട്ടുകൊടുക്കുന്നു. എൻ്റെ ഹൃദയം സ്വതന്ത്രവും സമാധാനപൂർണവുമാണ്. ഞാൻ ധനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഞാൻ ധനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. ധനം എനിക്ക് എളുപ്പത്തിൽ സ്വാഭാവികമായി എത്തുന്നു. ഞാൻ ധനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. ധനം എനിക്ക് എളുപ്പത്തിൽ സ്വാഭാവികമായി എത്തുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്. എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണ ആരോഗ്യത്തോടെ ഉള്ളതിന് നന്ദി പറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്. എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണ ആരോഗ്യത്തോടെ ഉള്ളതിന് നന്ദി പറയുന്നു. ഞാൻ എളുപ്പത്തിൽ പുതിയ അറിവുകൾ ഉൾക്കൊള്ളുന്നു. ഞാൻ എളുപ്പത്തിൽ പുതിയ അറിവുകൾ ഉൾക്കൊള്ളുന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ എളുപ്പത്തിൽ പുതിയ അറിവുകൾ ഉൾക്കൊള്ളുന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അനുയോജ്യമായ ജോലി ലഭിച്ചിരിക്കുന്നു. എൻ്റെ ജോലിയെ ഞാൻ ആസ്വദിക്കുന്നു. എനിക്ക് അനുയോജ്യമായ ജോലി ലഭിച്ചിരിക്കുന്നു. എൻ്റെ ജോലിയെ ഞാൻ ആസ്വദിക്കുന്നു. എനിക്ക് അനുയോജ്യമായ ജോലി ലഭിച്ചിരിക്കുന്നു. എൻ്റെ ജോലിയെ ഞാൻ
ആസ്വദിക്കുന്നു. സത്യവും ധർമ്മവുമാണ് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. സത്യവും ധർമ്മവുമാണ് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. സത്യവും ധർമ്മവുമാണ് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. നന്ദി, നന്ദി, നന്ദി. ഈ അഫർമേഷൻസുകൾ നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് പറയണം. അതിന് പകരം എനിക്ക് വയ്യ അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറണേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് വാക്കുകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം മേടിക്കുക. അതിനകത്ത് 108 അഫർമേഷൻസ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.